അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ചെല്ലാൻ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സാഡായിട്ടുള്ളൊരു ന്യൂസാണ് ഞാൻ പറയണേ. കാരണം നമ്മുടെ വണ്ടിക്കിട്ട് ആദ്യമായിട്ട് ഒരുത്തം വന്ന് ഇടിപ്പിച്ചു ഗൈസ്. ഇടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചാണ്. അപ്പം നമ്മുടെ ചെല്ലാണ് ചാണക്കടവിനോട് വെച്ചായിരുന്നു സംഭവം. ഞാൻ ഒരു ഓട്ടം ഭയങ്കരമായിരുന്നു. അവിടെ പോയി ഞാൻ സൈഡിൽ അവരപ്പോൾ കടയിൽ കയറിയ കസ്റ്റമർ നമ്മുടെ സൈഡിലേക്ക് വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് പാർക്ക് ചെയ്ത് ഒതുക്കിയിട്ട്, അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുക, കസ്റ്റമർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഒരു കാർ എതിരെ വന്ന്, അപ്പോൾ അത്യാവശ്യം ഒരു ഒതുങ്ങിയ റോഡും കൂടിയാണ് കേട്ടോ. ചാലക്കടവ് റൂട്ടെന്ന് പറയുമ്പോൾ ചെല്ലാനത്തേർക്ക് അറിയാൻ പറ്റും, ഒതുങ്ങിയ റൂട്ടാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊരു കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്, അപ്പോൾ കാറുകാരൻ പയ്യെ ഇങ്ങനെ ഒതുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കിൽ നിന്ന് അത് വണ്ടി വരുന്നുണ്ടെന്ന്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒതുക്കുമ്പോൾ ആരായാലും സ്ലോയിലെല്ലാം ഒതുക്കി എടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു മൈൻഡിൽ തന്നെ ഇരിക്കണമായിരുന്നു. അപ്പോൾ താണ്ടത് പുറകിട്ടൊരു ഇപ്പടെന്ന് പറഞ്ഞൊരു, ഇപ്പം എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പെട്ടെന്നാണ്ട് തെറിച്ച്. ഞാൻ വണ്ടിയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വണ്ടിക്കിനാണ്ടെന്ന് ഇടിച്ചപ്പോൾ ഞാൻ ഓർത്ത് തകട് പൊടിയായെന്ന് ഓർത്തിരിക്കുമായിരുന്നു പുറകു ഭാഗം. എന്നിട്ട് ഇതേ അത് ഈ ഒരു ലെവലിലാണോ നമ്മുടെ വണ്ടിക്ക് വന്നിരിച്ചത്. ഞാൻ ആ ചേസിൻ്റെ ആ ഒരു ഭാവമൊക്കെ അങ്ങോട്ട് അത്യാവശ്യം അകത്തേക്ക് കയറി. ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുക, ഞാൻ പറയാമെന്ന് എല്ലാം അയാളെ പറഞ്ഞു. എന്നിട്ട് അയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല കേട്ടോ. ചേട്ടാ എന്ത് വേണേലും ചെയ്യാം, എന്ത് വേണേലും. അയാൾ മീനുമായിട്ട് കൊണ്ടുപോകണ വണ്ടിയായിരുന്നു. ചേട്ടാ എന്ത് വേണേലും ചെയ്യാം, എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞോ, നമുക്ക് ആ പൈസ ഞങ്ങൾ തന്നോളാന്ന് അവരിങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. വേറെ ഒന്നും പുള്ളി പറയണില്ല. പക്ഷെ എൻ്റെ നമ്മ ആദ്യമായിട്ടൊരു പുതിയ വണ്ടി എടുത്തിട്ട് ഒരുത്തം കൊണ്ട് അങ്ങനെയൊക്കെ ഇടിക്കുമ്പോൾ എന്താ പറയുക, എൻ്റെ സകല പിടിയും വിട്ടു. കാരണം ഒന്നാമത് ഇത്രയും കടത്തിൽ നമ്മ ഒരു EMI ആണല്ലോ, അങ്ങനെയൊക്കെ അതേമീത് എങ്ങനെ കൊണ്ടുകൊണ്ട് ഓടിക്കും. നമ്മ അത്രയും ഇതായിട്ട് നമ്മൾ വണ്ടി കൊണ്ടുകൊണ്ട് നടന്നത്. അപ്പോൾ അങ്ങനെ ഒരുത്തം വന്ന് ഇടിച്ചപ്പോൾ എനിക്ക് എൻ്റെ സകല പിടിയും വിട്ടു. അങ്ങനെ ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായ മറ്റേട്ടൻ രാജേഷ് ചേട്ടൻ പുള്ളിയൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് വല കടപ്പുറത്ത് അവരുടെ വല എടുക്കാൻ വേണ്ടിയിട്ട്, പുതിയ വല എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അവരും കൂടി വന്നിട്ട് ഇതുപോലെ പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വണ്ടിയായിട്ട് മതി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ സ്റ്റേഷൻ. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ആയിട്ടല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടു. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഇതില്ലാതെ അവരെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ വണ്ടി ഇന്ന് തന്നെ പണിക്ക് കയറ്റിക്കോ, വന്നിട്ട് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു, ആ പൈസ ഞങ്ങൾ തന്നോളാന്ന് പറഞ്ഞിട്ട്. അവർ നല്ലൊരു ആൾക്കാരാണ്, ഞാൻ ഇതായിട്ട് പറയുന്നില്ല. പൈസ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. വണ്ടി ശരിയാക്കി വെച്ചേക്കാന്നാണ് അവർ പറഞ്ഞത്. നല്ല മഴയുണ്ട്, നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കോടയൊക്കെ ഇതുപോലെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഊബർ ഓടാൻ പോകും. ഊബറല്ല, റാപ്പിഡ് ഓടാൻ വേണ്ടി പോകും. നല്ല മഴയുണ്ട് ഗൈസ്. നടന്നുകൊണ്ടിരിക്കണേ. ഇനി ബസ്സൊക്കെ ഇറങ്ങാൻ പോവാൻ, അതൊരു ടാസ്ക്. ബസ്സിൽ നമ്മൾ എന്താ പറയുക, ബൈക്കും ഇപ്പോൾ ഓട്ടോയൊക്കെ കൂടിയൊക്കെ ഒന്നുമല്ല. ബസ്സിൽ നമ്മൾ ഏറ്റവും കുറവായിരുന്നു ബൈക്കുള്ളതുകൊണ്ട്. കുറേ നാളെ ബസ്സിലൊക്കെ കയറിയത്. ഇന്നലെ ഞാൻ ബസ്സിനാട്ടോ വന്നത്. വണ്ടി കൊണ്ടൊക്കെ കൊടുത്തിട്ട് നേരെ ബസ്സിനാണ് വന്നത്. കുറച്ച് നടപ്പുണ്ട്, 1/2 കിലോമീറ്റർ അടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടപ്പുണ്ട്. നമ്മ ഉണ്ടല്ലോ കണ്ടക്കടവ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പയ്യെ നടന്നു പോകാനായിട്ട് ഒരു ആഗ്രഹം. ഒരു ഓട്ടോ കയറി പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ. പൈസ ഇല്ലാത്തതിൻ്റെ ഒന്നുമല്ല, എന്നാലും പയ്യെ നടക്കാമെന്ന് വിചാരിച്ചു കുമ്പളങ്ങ വരെ. അപ്പോൾ കുമ്പളങ്ങയിലൊക്കെ ചെറുതായിട്ട് മഴ പൊടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. നടന്ന് തന്നെ പോകാമല്ലോ എന്നുള്ളത്. നടന്ന് വഴി പഠിക്കാൻ റിട്ടേൺ ഓട്ടൊക്കെ വന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പയ്യെ നടക്കാമെന്നുള്ളൊരു നടപ്പ് നമ്മൾ കുറവാണല്ലെങ്കിൽ. വണ്ടിയൊക്കെ ബൈക്കും ഓട്ടോ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നടപ്പ് കുറവായിരുന്നു. എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് ഓർത്താൽ ഇങ്ങനെ
നടക്കുകയാണ് ഗൈസ്. കൊടയുണ്ട് കയ്യിൽ. അങ്ങനെ കുമ്പളങ്ങി പകുതി എത്താനായി കേട്ടോ. നമ്മ ആ ശ്മശാനമൊക്കെ എത്തണ്ട. ശ്മശാനം കാണുന്നത്. പിന്നെയും നടപ്പുണ്ട് കുറച്ചുകൂടി. അടിപൊളി ശ്മശാനം. അവിടെ ആരോ കത്തിക്കുന്നുണ്ട് ഗൈസ്. ആരോ കത്തിക്കുന്നുണ്ട്. പിന്നെ നേരെ അവിടെ ചെന്നിട്ട് കുമ്പളങ്ങി വെച്ച് പിടിക്കണം. കുമ്പളങ്ങി വെച്ച് പിടിച്ചിട്ട് വേണം നടന്നങ്ങോട്ട് പോകാൻ. നമ്മൾ ഓട്ടോയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓട്ടോയിലൊന്നും കയറിയില്ല. നമ്മൾ എന്തായാലും നടന്ന് തന്നെ കുമ്പളങ്ങി എത്തി ബസ് കയറിപ്പോവും. അതാണ് നമ്മുടെ ഒരു വാശി. ഇനി നമുക്ക് കുറച്ചുകൂടി ഉള്ളു. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കുമ്പളങ്ങി ബസ് സ്റ്റോപ്പ് എത്തും. ഇപ്പം കണ്ടത്തിൽ വെള്ളമൊക്കെ അടിച്ച് പറ്റിച്ചിട്ടേക്കണേ. ഇപ്പം മഴവെള്ളമായി കിടക്കണേ. അങ്ങനെ കുമ്പളങ്ങിയുടെ എൻ്റെ എത്താനേ കേട്ടോ. ബസ് സ്റ്റോപ്പ് എത്താനായി കുറച്ചുകൂടി ഉള്ളു. കുറച്ചുകൂടി കടന്നു കഴിഞ്ഞാൽ കുമ്പളങ്ങി എത്തി. കുമ്പളങ്ങി എത്തി. ബസ് സ്റ്റോപ്പ് ഇപ്പം എത്തും. ഞാൻ അവിടെ നിന്ന് ബസ് കയറി നമുക്ക് നമ്മുടെ കൊച്ചി പാലത്തിൻ്റെ ഈ താഴത്തൂടെ കണ്ട പോകണ്ടേ. നമ്മുടെ വണ്ടി അവിടെയാണ് പണിക്ക് കയറ്റിയേക്കണേ. ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കണേ. അവർ പണിതോ എന്തോ പണിതിട്ടില്ലെന്ന് പറഞ്ഞത് ഷോറൂമല്ല കേട്ടോ. നമ്മുടെ വണ്ടി പണിയണ നമ്മുടെ വണ്ടി കിടക്കും. അതായത് നമ്മുടെ വണ്ടിയുടെ അവിടെ എത്തിയേക്കണ. വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. ഞാൻ അവിടെ വെച്ചിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ്. സംഭവം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി അറിയൂല ഇപ്പം. ഇതിവിടെയൊക്കെ നല്ല ചളുക്കുണ്ടായിരുന്നു. അത് ഇതൊക്കെ ഉള്ളിലൊക്കെ കയറിയിരിക്കണമായിരുന്നു. ഇതിവിടെയൊക്കെ ഇതോടി ഞങ്ങളുടെ അകത്തേക്ക് കയറിയൊക്കെ ഇരിക്കണമായിരുന്നു. ഇപ്പോൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഇപ്പോൾ സംഭവം സെറ്റായി ഉണ്ടോ. അടിപൊളിയല്ലേ. എന്താ പറയുക, ആ ഒരു ഇത് നടന്നതിന് ശേഷം മനസ്സാകെ എന്താ പറയുക, മനസ്സ് മൊത്തം ചത്തൊരു ഫീലായിരുന്നു. കാരണം നമ്മൾ ഒരു പുതിയതായിട്ടൊരു വണ്ടിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട്. നമ്മൾ പുതിയതായിട്ടൊരു വണ്ടിയൊക്കെ എടുത്തതല്ലേ, അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും സ്വന്തം വണ്ടി വലുതാണല്ലോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും എല്ലാം റെഡിയായി. പഴയതുപോലെ വണ്ടി സെറ്റായി. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു പണി കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ അപ്പോൾസറി ആ സൈഡിൽ കൂടി ഒന്ന് വരഞ്ഞ് കീറി ഇങ്ങനെ പോയിട്ടുണ്ടത്. ഇത് പിന്നെ കുഴപ്പമില്ല, ഇത് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഇതൊട്ടിക്കേണ്ടി വരും. വേണ്ടതേ ഈ ഒരു ഇതുകൂടി ഇനി നമുക്ക് ഒരു ഒന്നെങ്കിൽ ഇത് മൊത്തത്തിൽ മാറാനുള്ള ഇതൊന്നും ഇല്ല. ഇനിയിപ്പം നമുക്കിത് ഒന്നെങ്കിൽ സ്റ്റിക്കർ അടിച്ച് കളയാം, പിന്നെ ഇത് നമുക്ക് ഒന്നെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടി ആ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. അതൊക്കെ ഇനി നടക്കുള്ളൂ. എന്തായാലും വേറൊന്നുമില്ല പ്രത്യേകിച്ച് വണ്ടിക്ക്. അപ്പോൾ
അതിലും വലുതെന്തോ വരാനിരുന്ന് വെച്ചതാണ്. അതൊക്കെ ഇങ്ങനെ പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീട്ടുകാരും അതൊക്കെ തന്നെ പറഞ്ഞേ. അപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ ഊബർ ഇതുവരെ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം എത്ര 1 മാസം ആകാൻ പോണു സത്യം പറഞ്ഞാൽ. ഊബർ എന്താ അങ്ങനെ കാണിക്കണമെന്ന് എനിക്കും കറക്റ്റ് അറിയില്ല. ഇന്നെന്തായാലും അവർ ഊബറിൻ്റെ ഓഫീസിൽ ചെല്ലും. അത് ബ്ലോക്കായതിന് ശേഷം നമ്മൾ അപ്പീലൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പീൽ ചെയ്തിട്ട് നമ്മൾ ഒരു 7-8 ദിവസം പിടിച്ചായിരുന്നു അപ്പീൽ ഇതാകാൻ വേണ്ടിയിട്ട്. അപ്പീൽ ഇതായിട്ടാണ് ആ ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെയിൽ വന്നത്, അക്കൗണ്ട് റീആക്ടിവേറ്റ് ആയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ശേഷം നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്ന്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവരൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞ 3 വർക്കിംഗ് ഡേ കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. പിന്നത്തേക്ക് 4 ദിവസമായി. കാരണം ആ ഒരു ആക്സിഡൻറ്റും കൂടി അങ്ങനെ വന്നല്ലോ. അപ്പം എന്തായാലും 4 ദിവസമായി. പിന്നെന്തായാലും പോകണേന്. പിന്നെന്തായാലും അറിയാൻ പറ്റുമായിരിക്കും. അല്ലെ പിന്നെ അവർ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറയുമായിരിക്കും. അതായിരിക്കും ഇനി അവരുടെ ഓപ്ഷൻ. എന്തായാലും നമുക്ക് ഇന്ന് എന്തായാലും ചെന്നിട്ട് അവരെന്താ പറയുക എന്നുള്ള അപ്ഡേറ്റും കൂടി ഞാൻ ഇടാം കേട്ടോ. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തൊന്ന് ഇതാക്കേണ്ടത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇനിയും വീഡിയോ ഇടാനുള്ള ഒരു എനർജിയും എന്താണ് നമുക്കൊരു ഇൻട്രസ്റ്റും കൂടി വരണ്ടേ. നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇനിയും ചെയ്യാനുള്ളൊരു തോന്നലോ വരുന്ന ഒരു ഇൻട്രസ്റ്റും വരുന്നത് വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ ഓട്ടോയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഓക്കെ.